ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ള നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ടേസ്റ്റിലും ഉണ്ട് കേട്ടോ ചെറിയൊരു വ്യത്യാസം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് കാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കതിലേക്ക് കിസ്മിസും കൂടെ ഇട്ട് പെട്ടെന്നൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതേ സെയിം ഗീയിൽ തന്നെ കുറച്ച് സവോള ഞാനിങ്ങനെ സ്ലൈസ് ചെയ്ത് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് നെയ്യിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി ഞാൻ അതേ നെയ്യിൽ തന്നെ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരിഞ്ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്യാം കേട്ടോ. കൂടുതൽ നെയ്യ് വേണമെന്നുള്ളവർക്ക് ഒരു 2 ടീസ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു സവാളയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ചെറുതായി ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ബർക്കത്ത് റൈസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3.5 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ പെട്ടെന്നൊന്ന് വറുത്തെടുക്കാം. ആ സമയത്ത് നമുക്ക് അരിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. 3.5 കപ്പ് അരിക്ക് ഞാനിവിടെ 7 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇരട്ടി വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ അരി വേവിക്കാൻ കുറച്ച് തേങ്ങാപ്പാൽ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അരിയൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാനിവിടെ ചേർക്കുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. പിന്നെ ബാക്കി ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഞാൻ പറഞ്ഞ അളവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരി വറുത്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വെള്ളം തിളച്ച് കിട്ടും. അത് ഡയറക്റ്റായിട്ട് തന്നെ ഈ അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബിരിയാണി ഇലയും. ഇതാണ് കേട്ടോ നമ്മുടെ ഐറ്റം. ഇതിന് ബിരിയാണി ഇല, ബിരിയാണി കൈത, രംഭയില എന്നൊക്കെ പറയും. അപ്പോൾ അതും കൂടെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് നമ്മുടെ അരിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ചോറിനൊക്കെ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ ഒരു പച്ചമുളകും ഇട്ട് നമ്മുടെ അരി വേവാൻ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ കൂടി ആഡ് ചെയ്യാം. നമ്മുടെ അരിയൊക്കെ നന്നായി ഒന്ന് വെന്ത് ഒന്ന് കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷം വേണം ചെറുനാരങ്ങ ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച കാരണം ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും പിന്നെ ബിരിയാണി ഇലയൊക്കെ ചേർത്ത കാരണം നമ്മുടെ സാധാ നെയ്ച്ചോറിൻ്റെ ഒരു സ്മെല്ലൊന്നല്ല, വേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അരിയൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ വറുത്തെടുത്ത കാരണം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും ഒക്കെ അതിൻ്റെ മേലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കാതെ ഇങ്ങനെ ഒരു വെറൈറ്റി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ.